മറ്റത്തൂർ തിയറി അവർ കേരളത്തിലാകെ നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് രണ്ടുപേർക്കും ലാഭം ഉണ്ടാവണം. BJPക്കും കോൺഗ്രസിനും ലാഭം ഉണ്ടാവുന്ന രൂപത്തിൽ പിന്നെ മറ്റത്തൂർ തിയറി, അങ്ങനെ ഒരു തിയറിയിൽ നിന്ന് തന്നെ ഇപ്പോൾ വന്നൊക്കെയാണ്. വടക്കേന്ത്യയിലൊക്കെ തന്നെ ഇത് നടപ്പിലാക്കി വിജയിച്ചിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിമാരും MP-മാരും MLA-മാരിലും കൂട്ടത്തോടെയും മാറിപ്പോകുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിനോടുള്ള വിശ്വാസം പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലാതായി, പൂർണ്ണമായിട്ടില്ലാതായി. കാരണം ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മതേതരത്വത്തിന് എന്നുള്ള നിലയിലാണല്ലോ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടി കുറേ പേരെങ്കിലും ഇനിയും തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഇനി മതേതരത്വത്തിന് വോട്ട് ചെയ്യല്ല, അതേ സംബന്ധിച്ച് BJPക്ക് കൊടുക്കുന്ന വോട്ട് പിന്നെ മതേതരത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള വിവരം ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യുന്ന കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്നവൻ ആ തരത്തിൽ നിൽക്കുന്ന എന്താ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ല. DD സതീശന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? രമേശ് ചെന്നിത്തല ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? സോണിയാഗാന്ധിക്ക് പോലും ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിച്ചു വന്നവൻ കോൺഗ്രസിൽ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടും അത് BJPയും RSSനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രശ്നത്തെ കാണണമെന്നുള്ളതാണ് പറയാനുള്ളത്.